പറവൂർ കേസരി കോളേജിലെ 1977-79 വർഷത്തെ പ്രീ-ഡിഗ്രി 4th ഗ്രൂപ്പ് ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. കേസരി കൂട്ടായ്മ എന്ന പേരിലായിരുന്നു സംഗമം. 14 വർഷത്തിനു മുമ്പ് ഇത്തരമൊരു സമാഗമം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും 10 പേർ മാത്രമേ അന്ന് പങ്കെടുത്തിരുന്നുള്ളൂ. എന്നാൽ ഇത്തവണ ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും കണ്ടെത്തിയാണ് സമാഗമ പരിപാടി സംഘടിപ്പിച്ചത്. പഠനശേഷം പിരിഞ്ഞുപോയി വീണ്ടും 4.5 പതിറ്റാണ്ടിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ പലർക്കും തമ്മിൽ തിരിച്ചറിയാൻ കുറേ സമയം തന്നെ വേണ്ടിവന്നു. നീണ്ട ഇടവേളക്കിടയിൽ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഓരോരുത്തരും പങ്കുവച്ചു. കൗമാരത്തിൽ പഠിപ്പിന് ശേഷം പിരിഞ്ഞുപോയി യൗവനവും പിന്നിട്ട് തിരിച്ചു വന്നവർക്ക് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ. പഠിച്ച കോളേജിൽ ക്ലാസ് മുറിയിൽ തന്നെ വീണ്ടും ഒത്തുകൂടാൻ കഴിഞ്ഞതിൻ്റെ മധുരിമയും കൂട്ടായ്മയ്ക്ക് നിറപ്പകട്ടേകി. കോളേജിൽ കാലാനുസൃതമായ നവീകരണങ്ങളും മാറ്റങ്ങളും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഖച്ഛായയ്ക്ക് കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. വീണുകിട്ടിയ 3 മണിക്കൂറുകൾ കൗമാരത്തുമ്പികളായി പറന്നു നടക്കാൻ ഓരോരുത്തരും വെമ്പൽ കൂട്ടുകയായിരുന്നു. ജീവിതയാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ വയലിനിസ്റ്റ് രാജേന്ദ്രൻ, ദേവസി, രവികുമാർ എന്നിവരുടെ വിയോഗം ദുഃഖത്തോടെയാണ് അനുസ്മരിച്ചത്. കോളേജ് കോമ്പൗണ്ടിൽ കറങ്ങി നടന്ന് ഗ്രൂപ്പ് ഫോട്ടോയെടുത്ത് സ്മരണകൾ അയവിറക്കി എല്ലാവരും നടന്നു. പിരിയാൻ എല്ലാവർക്കും വിഷമമായിരുന്നു. എങ്കിലും വീണ്ടും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരുടെയും കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഇനി കുടുംബസമേതം ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും പിരിഞ്ഞുപോയി. ഈ പുനഃസമാഗമത്തിന് മുൻകൈയെടുത്ത മേഘ സ്റ്റുഡിയോ ജോഷിയെയും LIC ഏജന്റ് കൂടിയായ മിനിയെയും നന്ദികൾ കൊണ്ട് പൊതിയാനും കൂട്ടുകാർ മറന്നില്ല. ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ തുടർന്ന് ഈ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഏതെല്ലാം മേഖലകളിൽ സഞ്ചരിച്ചു, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖലകൾ, ഇതെന്തൊക്കെയാണെന്ന് നമുക്കിവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അന്ന് പലരും നമ്മളെ അറിയാത്തവർ ഇപ്പോൾ വന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അതായത് 10 വർഷം വെച്ചതിന് ശേഷമാണ് നിൻ്റെ അച്ഛൻ്റെ മുഖം ഞാനൊന്ന് കണ്ടത് എന്ന് ചില കാരണന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് റാണി വിൽസൺ പറഞ്ഞത്. ആൺകുട്ടികളുടെ മുഖം കാണാത്തതിൻ്റെ പേരിലാണ് അവരൊന്നും കാണാൻ പറ്റാതെ. അപ്പൊ നമ്മളത്രക്കാരായിരുന്നില്ല എന്ന് ഇപ്പൊ റാണി വിൽസൺ മനസ്സിലാക്കിക്കളത് വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും ഞാനധികം കിടക്കുന്നില്ല. വ്യത്യസ്തനാം ഒരു ബാർബറാം ജോഷിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന് നമ്മുടെ നോയൽ രാജ് അവളുടെ ഗ്രൂപ്പിൽ ഇട്ടെടുത്തായിരുന്നു. അന്ന് അതോടെ ആ തൊഴിൽ അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ തൊഴിൽമയിലേക്ക് കടന്ന് ഞാൻ എൻ്റെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 6 മാസം ബോംബെയിൽ സഹാറ എയർപോർട്ടിൽ ജോലി ചെയ്തു. അവിടുത്തെ കാലാവസ്ഥ സുഖമല്ലാത്തതിൻ്റെ പേരിൽ തിരിച്ചു വന്നു. ഒരു പ്രിന്റിംഗ് ടെക്നോളജി ക്ലാസ് തുടങ്ങി. അതിനുശേഷം അവിടെ നിന്ന് തിരിഞ്ഞ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു. 4 വർഷം ഫോട്ടോഗ്രാഫി പഠിച്ചു. തുടർന്ന് പറവൂരിൽ സ്ഥാപനം തുടങ്ങി. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. ഇവിടെ എല്ലാവരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ടായില്ല. ഒരു കൊച്ചിന്റെ മാത്രം മുഖം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയുണ്ടായില്ല. ജയലക്ഷ്മി. ബാക്കി എല്ലാവരുടെയും മുഖം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ശരി, അത്രയും എല്ലാവരെയും കാണാൻ സാധിച്ചൊരു സന്തോഷം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.